അവർക്ക് ആ ഭാഷയിൽ എഴുതാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, മറുപടി കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. കുറച്ചുകൂടെ മാന്യത പാലിക്കുന്നതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്നറിയാവുന്നത് കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ നിന്നൊന്നും നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല. ഓടുന്നത് വഴി നമുക്കൊരു പരിഹാരവും കൊടുക്കാനില്ല. നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് പരിഹാരം കൊടുക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റുന്നത്. ഓടിയകലുമ്പോൾ ആരാണെങ്കിലും ഏത് ഉത്തരവാദിത്തത്തിൽ നിന്നും നമ്മൾ ഓടിയകലുമ്പോൾ അത് ഒരു വലിയ നെഗറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇന്ന് കേരളത്തിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ഒട്ടനവധി പൊതുവിഷയങ്ങളുണ്ട്. ഒന്ന്, മുല്ലപ്പെരിയാർ വിഷയം തന്നെ വളരെ സങ്കീർണതയുള്ള ഒരു കാര്യമാണ്. സിനഡ് അത് ചർച്ച ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് 5 പിതാക്കന്മാരെ തിരഞ്ഞെടുത്ത് എന്നെയായിരുന്നു അത് ചുമതലപ്പെടുത്തിയിരുന്നത്. അതനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും MLA-മാരും MP-മാരും ex-MLA-മാരുമായിട്ടുമെല്ലാം ഡിജിറ്റൽ ഫോറത്തിൽ 6 തവണ ഈ ഒരു മാസത്തിനുള്ളിൽ സമ്മേളനം നടത്തി. നിങ്ങൾക്കറിയാം, വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഉദ്യോഗസ്ഥവർഗപരമായിട്ടുള്ള ആളുകൾ IAS ഓഫീസേഴ്സിനെയാണ് പലരെയും വിളിച്ചത്. അവരുടെ പൊതു അഭിപ്രായം നമുക്കതിൻ്റെ ഹൈറ്റ്സ് കുറച്ച് സൈഡിലൂടെ തുരങ്കം നിർമ്മിച്ച് ടണൽ നിർമ്മിച്ച് തമിഴ്നാടിന് വെള്ളം കൊടുത്താൽ അവർക്കും പ്രശ്നമില്ല, നമുക്ക് അപകടം ഉണ്ടാവുകയില്ല. അതൊരു സൊല്യൂഷനാണ്. അതോടൊപ്പം രാഷ്ട്രീയക്കാരായിട്ടുള്ള MP-മാർ MLA-മാർ മന്ത്രിമാർ അവരുടെ ഒരു പൊതുവികാരം പുതിയ അണക്കെട്ട് താഴേക്ക് അല്പം ഇറങ്ങി പുത്തനായിട്ട് പണിയണം, ഇപ്പോൾ ഉള്ളത് ഡീകമ്മീഷൻ ചെയ്യണം. അത് അപകടകരമായൊരു അവസ്ഥയിലാണ്. ഒരുപാട് വർഷങ്ങൾ 100 വർഷത്തിലൊക്കെ അപ്പുറത്തേക്ക് 130 വർഷങ്ങളൊക്കെ ആയ കാര്യമാണ്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നെങ്കിലും അതിൻ്റെ എല്ലാം ഒരു കണക്റ്റിംഗ് ലിങ്ക് നമുക്ക് മനുഷ്യൻ്റെ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിലുള്ള താല്പര്യവും കൂടിയാണ്. അത് നമ്മൾ നിരന്തരമായിട്ട് ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പൂർണ്ണമായിട്ട് അതിന് ഉത്തരം കൊടുത്ത് തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. സിനഡിൽ നിന്ന് നമ്മളതിനൊരു മൂവ്മെൻറ്റ് അങ്ങനെ നടത്തി. പിതാക്കന്മാർ എല്ലാവരും കൂടെ ഒപ്പിട്ട് അത് പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനും കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർക്കും കൊടുക്കാനുള്ള ഒരു ചുമതലയായിരുന്നു അത് നിങ്ങൾ മറ്റനേകം അവസരങ്ങളിൽ നമ്മുടെ ആളുകൾ വ്യത്യസ്ത തലങ്ങളിൽ അത് ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട തരത്തിൽ വന്നിരിക്കുന്ന ESA, ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നുള്ള കാര്യം. അപ്പം ഞാനിത് പറഞ്ഞത്, ഈ വക കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അത് പഠിക്കാനും അതിനെ നേരിടാനും അതിൻ്റെ വെല്ലുവിളികൾ എന്താണെന്ന് പൊതുസമൂഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാനുമൊക്കെയുള്ള ആർജവത്വമുള്ള, കരുത്തുള്ള, തൻ്റെ ഇടമുള്ള ഒരു പ്രസ്ഥാനമാണ് പാലാ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ 2-3 വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രത്യേകമായിട്ട് പറഞ്ഞത്. നമുക്ക് ഇതിൽ നിന്നെല്ലാം ഉത്തരം കിട്ടേണ്ട കാര്യങ്ങളേറെയാണ്. അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസ് പലപ്പോഴും ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളുടെ DCMS, ദളിത് ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ അവരെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുത്തി അവരുടെ സഹോദരങ്ങളായിട്ട് നിൽക്കുന്ന കൗണ്ടർ പാർട്സിന് കിട്ടുന്നത് പോലെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി കേന്ദ്ര തലത്തിൽ തന്നെ തിരുത്തലുകൾ വരുത്തണമെന്നും അത് സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണമെന്നുമൊക്കെയുള്ള ആശയങ്ങൾ വന്നപ്പോൾ അവിടെയെല്ലാം ഈ പാലായിൽ കൂടെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് ഇവരൊക്കെയാണ്. നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ പഠിക്കുമ്പം, അതുപോലെ മണിപ്പൂരിലുണ്ടായ വിഷയം വന്നപ്പോൾ എത്ര വലിയ സമുജ്വലമായ രീതിയിലാണ് പാലായിൽ അന്ന് ടൗണിൽ മീറ്റിംഗ് കൂടിയത്. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവരൊന്നും അറിയാതെ പോകുന്നില്ല, ഒന്നും പഠിക്കാതെ പോകുന്നില്ല, ഒന്നും ഭയപ്പെട്ട് ഓടുന്നുമില്ല. എവിടെയും ചെറുത്തു നിൽക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ഒരു കൾച്ചർ ഈ കത്തോലിക്ക കോൺഗ്രസ്സിൽ പകർന്നു കൊടുത്തിട്ടുണ്ട്. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്
എനിക്ക് തോന്നുന്നത് പല കത്തോലിക്ക കോൺഗ്രസ്സാണ്. പരിശുദ്ധ പിതാവ് 2 ആഴ്ച മുമ്പ് പറയുകയുണ്ടായി, മദ്യം, മയക്കുമരുന്ന് ആ പണിയായിട്ട് നടക്കുന്നവർ മർഡറേഴ്സാണ്. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്, കൊലയാളികളാണ്. അവരെ മയപ്പെടുത്തിയുള്ള ഭാഷയിൽ സംസാരിക്കരുതെന്ന് പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യവും നമ്മൾ വിട്ടുകളഞ്ഞിട്ടില്ല. സാമൂഹിക തിന്മകളെ നേരിടാൻ, രാഷ്ട്രീയ പ്രതിസന്ധികളെ നേരിട്ട് കണ്ട് അവരോടൊരു എൻകൗണ്ടർ നടത്താനായിട്ട്, തിന്മകളെ പരിശോധിച്ച് അതിനോട് പ്രതികരിക്കാനായിട്ട് ഒക്കെ നമുക്ക് സാധിക്കണം. അതിന് കരുത്തുള്ള ഒരു നിലപാടാണ് നമ്മൾ എക്കാലവും കാണിച്ചിട്ടുള്ളത്. കാർഷിക മേഖലയിലൂടെയുള്ള മുന്നേറ്റം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. കൃഷി വിട്ടുകളഞ്ഞിട്ട് നമുക്ക് മറ്റെന്ത് കാര്യത്തിൽ നമ്മൾ മുന്നേറിയാലും അതുകൊണ്ട് വലിയ ഫലമില്ല. അതിനേക്കാൾ ആർജവത്തോടു കൂടി സഭയുടെ കാര്യങ്ങൾ, സഭയുടെ വിശുദ്ധ പാരമ്പര്യം, സഭയുടെ ആരാധനാക്രമം, സഭയുടെ പൊതുവായിട്ടുള്ള ഭരണ സംവിധാനങ്ങൾ അതിനെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുമ്പോൾ ഈ കത്തോലിക്ക കോൺഗ്രസ്സുകാർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവർക്ക് ആ ഭാഷയിൽ എഴുതാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, മറുപടി കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. കുറച്ചുകൂടെ മാന്യത പാലിക്കുന്നതാണ് ക്രിസ്തീയതയുടെ അടിസ്ഥാനം എന്നറിയാവുന്നത് കൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നതാണ്. സുവിശേഷത്തിൻ്റെ സന്ദേശം അതാണ്. നമ്മൾ എളിമയോടും ജാഗ്രതയോടും ഒരു ആഡംബരവുമില്ലാണ്ട് നമ്മൾ 1300 വീട് പണിതു, 1300 ഓമ്പാല വീട് പണിതു. ഒരു സർക്കാരിന് പോലും എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ സുവിശേഷം ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതര മതസ്ഥർക്ക് നമ്മൾ വീടുകൾ കൊടുക്കാറുണ്ട്. നമുക്ക് സാധിക്കുന്ന പോലെ അവരും ഈ സംസ്ഥാനത്ത് ജീവിക്കുകയും വളരുകയും ഒക്കെ ചെയ്യേണ്ടവരാണ്.